നമുക്ക് ആ വീട് ഇത്രയും കാട്ടി മുന്നേ ഒരു പൈനാപ്പിൾ നമുക്ക് മെല്ലെ എടുത്ത് കാട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചേക്കാം. ഇവിടെ അങ്ങോട്ട് വെക്കാം. ബോൾ കൊടുത്ത് എന്നിട്ട് ചക്ക തെറി വിളിക്കുക. എനിക്ക് പനി പിടിച്ചിട്ട് ഒരുമാതിരി ആവുന്നത് നല്ല ചുമ ഉണ്ട്, നല്ല ജലദോഷം ഉണ്ട് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് പനിയൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ പാപ്പൻ്റെ വീട്ടിൽ പോവാണ്. സൈക്കിളിൽ ഞാനുണ്ട്, മുട്ട ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട് പറഞ്ഞിരിക്കണേ. മേടിച്ചേച്ചി പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത്. ഇനിയിപ്പോൾ ചൂട് കൂടുമ്പോഴത്തേക്കും പൈനാപ്പിളെല്ലാം വീട്ടിലെത്തിക്കാനുണ്ട്. നമുക്ക് പോവാ. 2 വഴിയുണ്ട്. ഒന്ന് കാട്ടിക്കൂടെ, അതിൽ കൂടെ പോവുകയാണെങ്കിൽ ഓഫ് റോഡ് പോവാം, താഴെക്കൂടെ ആണെങ്കിൽ ഇറക്കത്തിൽ കൂടെ പോവാം. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ ഇപ്പോൾ നല്ല കാറ്റുണ്ടായേനെ. ഇനി ഇവിടുന്ന് ഒരു വളവുണ്ട്, ഏത് റിങ്ങിൻ്റെ അവിടുന്ന് അപ്പുറത്തേക്ക് കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഒരു വളവ്, ബ്രേക്കില്ല. ബ്രേക്ക് പിടിക്കാതെ ഞാൻ അങ്ങോട്ട് വളച്ച് ഇപ്പം ഇറങ്ങിയേനെ. ചെറിയൊരു കണ്ണിമാങ്ങല്ലേ, അതിൻ്റെ വലിയ മാങ്ങ വരും. അതിൻ്റെ അപ്പുറത്ത് അതെന്താ കോട്ടേഴ്സോ എന്തോ സാധനം കേട്ടോ, ഫോറസ്റ്റിൻ്റെ എന്തോ അല്ലേ, അങ്ങനെ എന്തോ ആണ്, എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല. അതുണ്ടല്ലേ, അതാ ഞാൻ പറഞ്ഞ മരം. ഈ ഭാഗത്ത് വലുത് വലിയ മരം മേലൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി വീടാണെന്താ അറിയില്ല, വീട് പോലെ കാണുന്നു. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പണ്ടൊക്കെ സൈക്കിളിലപ്പോൾ അത് കൂടെ ഇതിനെക്കാട്ടി സ്പീഡിലായിരുന്നു ഇങ്ങോട്ടൊക്കെ പോകാറ്. പൈനാപ്പിളിൻ്റെ ജ്യൂസ് ക്ഷീണം പോലെ കണ്ടിട്ടേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് പൈനാപ്പിൾ. ഒന്നും കൂടി ഉണ്ട്, 2 പൈനാപ്പിളുണ്ട്, പിന്നെ കുറച്ച് അരിയും. പിന്നെ ഉണ്ണിപ്പാപ്പ അവിടെ തേങ്ങ ഒളിച്ചുകൊണ്ടൊക്കെ ഉണ്ട്. പാപ്പനെ എവിടെയെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാപ്പനെ എനിക്ക് സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിങ്ങനെ ഈ സൈക്കിളിൽ ഞാൻ ഈ സാധനം കൊണ്ട് പോകും. മുട്ട നടന്നു വരട്ടെ. സൈക്കിൾ എടുത്ത് അങ്ങോട്ട് പോവാം. നമുക്ക് 2 പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ്ടോ 2 പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആ വീട് ഇത്രയും കാട്ടി മുന്നേ ഒരു പൈനാപ്പിൾ നമുക്ക് മെല്ലെ എടുത്ത് കാട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചേക്കാം. കേട്ടാ, ഈ പൈനാപ്പിൾ ഇല്ലേ കുറച്ച് വലുതാ. പൈനാപ്പിൾ എടുത്ത് വെച്ചോ, എടുത്ത് അതിൽ വെക്കാം. എന്നിട്ട് നമ്മൾ പാലില്ലേ അവിടെ ഒളിപ്പിച്ച് വെക്കാം. ഒന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് എന്നാ അടിപൊളിയാവും. ഇത് നമുക്ക് എടുക്കാം, അത് കുറച്ച് വലുതാ. അത് സെയിം ആണോ എന്തോ അറിയില്ല. എന്തായാലും നമുക്ക് ഇതെടുക്കാം. എത്ര ആൾ തിന്നാണ്ടാവും? ഞാനും നീയും പിന്നെ അവിടെ നിന്ന് ചെക്കന്മാരുണ്ട്, അവനും കൂട്ടല്ലേ. പോകുമ്പോൾ ഇത് കൂടെ അല്ല കേട്ടോ പോണേ, പോകുമ്പോൾ ഈ കാട്ടുകൂടെ ഓഫ് റോഡ് കൊണ്ടുപോവാം. ഞാൻ കൊണ്ടുപോകും. അരക്കത്ത് കൂടെ പോകാനാണ് രസം. അത് കൊണ്ടില്ലെന്ത് കാര്യമായിട്ട് കുത്തന്നെ. ആ പൈനാപ്പിൾ അങ്ങോട്ട് തിരിച്ചത്. ഓടെ തന്നെ ആയിട്ട് കേട്ടോ. അങ്ങോട്ട് എന്തെങ്കിലും പൈനാപ്പിൾ കൊണ്ടുപോയാൽ അവിടെ ഒളിപ്പിച്ചേക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച സ്ഥലം ഇവിടെ ഒളിപ്പിച്ചേക്കാണെങ്കിൽ ആരും കൊണ്ട് വരൂല. കാശുള്ളപ്പോൾ കത്തി എടുക്കാതെ നമുക്ക് മെല്ലെ ഇങ്ങോട്ട് വരികയും ചെയ്യാം. ഇവിടെ അങ്ങോട്ട് വെക്കാം. ഇവിടെ വെക്കട്ടെ. ഉപ്പും മുളക് കൂടി എടുത്തിട്ടേ അവന്മാരെയും കൂട്ടിയിട്ട് മെല്ലെ ഇങ്ങോട്ട് വരാം. എന്നിട്ട് അതെടുത്തിട്ട് നമുക്ക് ഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ നിന്ന് നിന്നാ. അല്ല നീ വന്നിട്ടാ അമ്മ ഇന്ന തേങ്ങ സാധനം ഇന്നമ്മ ഇത് നാളത്തേക്കൊക്കെ അമ്മ അരി വേണമ്മ. ഇത് ഷർട്ട് പൈനാപ്പിൾ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പൈനാപ്പിൾ എന്നാ ഉപ്പ് മുളക് പൊടി വല്ല അടുക്കള കൊടുക്കുക. അടുക്കള പോയിട്ട് ഉപ്പ് മുളക് പൊടി എടുത്തിട്ടോ. പൈനാപ്പിൾ ഒരു സ്ഥലത്തുണ്ട്. വേമ്പോ മുളക് പൊടിയില്ല. ആര് ഉണ്ണിയോ? ഉണ്ണി എന്തേ ഇതവിടെ ഞാന് ഇങ്ങനെ ഓരോ അവിടെ മറ്റേതില്ലേ എന്തായാലും പൈനാപ്പിൾ ഇല്ലേ അവിടെ ഒളിപ്പിച്ചിട്ടുണ്ട്. എല്ലാം പോയി എടുത്തിട്ട് അത് മുട്ടത്തലയാ നടക്കണ. മുട്ടത്തലല്ലേ തൊപ്പിത്തലയാ. ബാ കുറച്ച് മുളക് പൊടി ഇവിടുന്ന് മേടിച്ചിട്ടോ. ഇന്നൊക്കെ വരുമ്പോ കൊണ്ടുവരാം. അച്ചു കിട്ടോ.
ആടാ നീ ചവിട്ടോ, നീ ഗ്രൗണ്ടിൽ വന്നിട്ട് നീ ചവിട്ടിക്കോ. ഉണ്ണി അവിടുത്തെ പാലത്തേക്കോ, അവനെയും കൂട്ടിക്കോ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഈ ഭാഗത്ത് നോക്കി നോക്ക്. അവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള സ്ഥലമാണ്. ഇങ്ങോട്ട് തലയെത്തി നോക്ക്. കണ്ടോ? ഞാൻ എടുത്ത് വലുതൊക്കെ എടുത്ത് വെച്ചാ. ഇതുകൊണ്ട് നേരെ ഗ്രൗണ്ടിൽ പോകാം അല്ലേ? ആ പീസാക്കാൻ നോക്കി നോക്ക്. എങ്ങനെ പീസാക്കോ? ഒരു ഐഡിയ ഉണ്ട്. ഞാൻ റീലിൽ കണ്ടോടെ ചെയ്താലോ. ഇങ്ങനെ ആക്കിയിട്ട് കിട്ടി ഇതാ അതേപോലെ. ഇതെങ്ങനെ ഒന്നെടുക്കുക, എന്നിട്ട് മുളക് പൊടിയിൽ ഇങ്ങനെ മുക്കുക. നോക്കിയാ ഇങ്ങനെ മുക്കുക. ഇതുപോലെ തിരിഞ്ഞ് എടുത്തിട്ടേ നമുക്ക് ഇങ്ങോട്ട് ബോൾ എടുത്ത് കൊണ്ടുവരാം കേട്ടോ. എടുത്തോ. ബോൾ കൊണ്ട് കുട്ടികളെല്ലാവരും ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആർക്കൊക്കെ അറിയ പനി? എനിക്ക് പനിയുണ്ട്. പിന്നെ ഇതാ അവിടെ 10 നമ്പർ ഇട്ട മെസ്സിൻ്റെ ആയല്ലേ ഉണ്ണി, അവന് പനിയുണ്ട്. പിന്നെ എൻ്റെ ഒപ്പം പൈനാപ്പിൾ എടുക്കാമെന്ന് വെച്ചേക്കല്ലേ മുട്ട, അവനും പനിയാ. 3 ആൾക്ക് പനി. ഞാൻ ഇത്ര നേരം സൈക്കിൾ ഓടിക്കുകയായിരുന്നു. ടവന്മാർക്ക് സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. അവന്മാർ എങ്ങോട്ടാണ് പോയിക്കണേ, എങ്ങോട്ടും അറിയില്ല. കുറച്ച് നേരം കളിച്ചിട്ട് തളരുമ്പോൾ കയറും, എനർജി ആകുമ്പോൾ ഇറങ്ങും, അങ്ങനെ കളിക്കും. ആ ചെക്ക വീണ്. എന്തത് മണിക്കൂട്ടാ, സുഖല്ലേ? ആ ശ്രീക്കുട്ടനെ സൈക്കിള് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടോ. ആദ്യം മണിക്കുട്ടിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് സൈക്കിള് കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്നിട്ട് അത് അവന്റെ ബോളാ. എന്നിട്ട് അവന്റെ ബോള് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചോണ്ട് നിൽക്കുക. ഞങ്ങൾ കളിക്കാൻ വേണ്ടിയാണ്, ഞങ്ങളുടെ അടുത്ത് വേറെ ബോളൊന്നുമില്ല. എന്നിട്ട് ബോൾ കൊടുത്ത് എന്നിട്ട് ചക്ക തെറി വിളിക്കുക. തെറി വിളിച്ചിട്ട് ഓരോരുത്തർ ഓടി വന്നിട്ട് ഇവിടെ ചൂലുണ്ടായിരുന്നു. ചൂല് എന്നിട്ട് അവന്റെ മേത്തൊക്കെ എടുത്ത് കയറി. ആ ചൂലിന്റെ പീസൊക്കെ കിടക്കുന്നു. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഫുൾ ഡിസിപ്ലിൻ ആയിരുന്നു, അച്ചടക്കമായിരുന്നു ഞങ്ങളൊക്കെ. വലിയൊരെന്തൊക്കെ പറഞ്ഞാല് അപ്പൊ മുങ്ങിയും കൊണ്ട് വീട്ടിൽ കൂടും. മണിവാ നമുക്ക് പോവാ, ഇവന്മാരൊപ്പം കളിക്കണ്ടാന്ന്. എന്ത് മണി പെണ്ണാണെങ്കിൽ സഹിച്ചോ നീ? മണി ഇവിടെ വെക്കും. അതാ അച്ചുവിന്റെ അനിയത്തി വരുന്നത്, അച്ചുവിന്റെ അനിയത്തി. ഇപ്പൊ വീട്ടിൽ പോകാൻ വേണ്ടി അമ്മ കുറെ വട്ടം വിളിച്ചാണ്. ഇപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ വീട്ടിൽ പോകണം, കുറച്ച് കഴിഞ്ഞിട്ട് പോകണമെന്ന് അറിയില്ല. പടിയും പിടിയും എല്ലാം കഴിഞ്ഞുണ്ട്. ഇപ്പൊ ഉണ്ണി വീട്ടിൽ പോയാ അവര് വീട്ടുകാർ എന്തെങ്കിലും പറയാ എന്തോ അറിയില്ല. പറയുകയാണെങ്കിൽ തെളിവുണ്ടല്ലോ. അത് മാത്രമല്ല അവന്മാർ ആവശ്യമില്ലാതെ തെറി വിളിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവന്മാരുണ്ടാക്കി വെച്ചത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങളല്ല, പിന്നെ ഇവനെന്ത് ചെയ്യാനാ? ഇവന്റെ വീട്ടുകാർക്കൊക്കെ വിളിച്ചിക്കണം. എൻ്റെ പോക്കറ്റില്ലോ? ആ പോട്ടെ. ആരെ? എന്നെ? നീന്നോ? എന്തൊക്കെ വർത്തമാനം പറയണേ നീ? ഞാൻ പറഞ്ഞപ്പോ എനിക്കും ദേഷ്യം പിടിച്ച് വരികയാണ്. ആന്ന് എന്നാ എന്നെ എന്തൊക്കെ തെറി വിളിച്ച് അറിയോ? ഇപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട് പറഞ്ഞിരിക്കണേ. ഞാൻ എന്താ ചെയ്തിട്ടോ? അത് അവന്മാരെ വീട്ടിൽ വിളിക്കുന്നുണ്ട്. അത് ഉണ്ണീനെ ചെറിയക്കന്മാര് തെറി വിളിച്ച് ചൂലൊക്കെ എടുത്ത് വെറുതെ ആവശ്യമില്ല പറഞ്ഞ്. അങ്ങനെയല്ല, ചൂലെടുത്ത് എറിഞ്ഞ് പ്രൂഫുണ്ട്. ബോള് കല്ലെടുത്ത് എറിഞ്ഞോ? പ്രൂഫുണ്ട്. അത് ഞാനൊന്നും കാട്ടില്ല, എനിക്കറിയില്ല. അത് ഉണ്ണീനെ മേത്തേക്കാവൻ എറിഞ്ഞേ ആവശ്യമില്ലാതെ. ഞങ്ങള് സൈക്കിൾ ഓടിക്കായിരുന്നു. ഞാൻ മണിക്കൂട്ടിനെ ഡബിൾ വെക്കായിരുന്നു. എന്നിട്ട് ശ്രീക്കുട്ടി പറഞ്ഞു എനിക്ക് ഓടിക്കാൻ താന്ന്. ഞാൻ പറഞ്ഞ ഗ്രൗണ്ടിൽ നിന്ന് തരാന്ന് പറഞ്ഞേ. എന്നിട്ട് ശ്രീക്കുട്ടൻ കേട്ടില്ല, ബോൾ കൊടുക്കാൻ പറഞ്ഞേ. നീ തെറി പറഞ്ഞില്ല. അവന്മാരല്ല തുടക്കണ്ടാക്കി എന്ത്? എന്നിട്ട് ഒരാൾ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വ്ളോഗൊന്നും എടുക്കാൻ നിൽക്കണ്ടാന്ന്. ഇപ്പം സമയം 5:10 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പില്ല കേട്ടോ. എനിക്ക് പനി പിടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ കുറച്ച് കൂടി വന്നിട്ട് നല്ല തണുപ്പുണ്ട്. എല്ലാരും ഒരുങ്ങി പോണ്. ആ സുന്ദരികളാണല്ലോ. അയ്യോടാ. ഉണ്ണി ഒരു കളർ ഇട്ടിക്കണേ. ഏത് കളറാ? റോസ് അങ്ങനത്തെ ഒരു വയലറ്റ് പോലത്തെ കളറ്. അച്ഛനും സെയിം ഇട്ടിക്കണേ, ഇവനും സെയിം ഇട്ടിക്കണേ. ഇതാരാ ഷർട്ട് നോക്കി? പക്ഷെ എനിക്ക് നാളെ ക്ലിയർ 7 മണിക്ക് വ്ളോഗ് എത്തിക്കാനുള്ള എഡിറ്റ് ചെയ്യാനുണ്ട്. തീർക്കട്ടെ ഞാൻ. നെയ്ച്ചോറും ഇറച്ചി പൊരിച്ചതും മസാലയൊക്കെ ആയിട്ട് അങ്ങനെയായിരിക്കും തോന്നുന്നത്. ഇപ്പൊ ഞാനിപ്പോ എഡിറ്റ് ചെയ്തോണ്ട് നിൽക്കണം. കറണ്ട് പോയിക്കണ്. ചാർജ് 4% ഉണ്ട്.
ഇപ്പോൾ കാരണം വന്നാലേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എന്താ ചെയ്യാം, അങ്ങനെ പോണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗത്തിലുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമ്മളെ അടുത്ത നാളെ കാണാം. ബൈ പറയാം. ബൈ ബൈ.